അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പ്രോജ്വല പ്രഭാഷണം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ജനാബ് അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്തറാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും അജയ്യതയെക്കുറിച്ചും അനന്യതയെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്തറയെ ISMന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസുഹാബിഹി അൽഫായിസീന ബിറല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. മാനവ ചരിത്രത്തിൽ ഇത്രയേറെ വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും നുണപ്രചരണങ്ങൾക്കും ശത്രുതയ്ക്കും ഇരയാകേണ്ടി വന്ന വിശുദ്ധ ഖുർആനെ പോലെ മറ്റൊരു ഗ്രന്ഥമില്ല. എന്നാൽ ഈ വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും നുണപ്രചരണങ്ങൾക്കും ശത്രുതയ്ക്കും ഒന്നും തന്നെ ഈ മഹത്തായ ഗ്രന്ഥത്തെ സ്നേഹിക്കുന്നവരെയും ആ ഗ്രന്ഥത്തിൻ്റെ കൽപ്പനകൾ പിൻപറ്റുന്നവരെയും ആ ഗ്രന്ഥത്തിൽ നിന്നും അകറ്റുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഒട്ടനവധി ശത്രുക്കളെയും വിമർശകരെയും എതിരാളികളെയും ആ ഗ്രന്ഥത്തിൻ്റെ അനുയായികളും പ്രചാരകരുമാക്കി തീർത്തു എന്നത് തന്നെ വിശുദ്ധ ഖുർആന്റെ വിസ്മയിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലൊന്നാണ്. എല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നൊരു സ്രഷ്ടാവുണ്ടെന്ന് അംഗീകരിക്കാൻ അധികം ബുദ്ധിമുട്ടണമെന്നില്ല. കാരണം പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും തുറന്ന മനസ്സോടെ ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ ഒരു സ്രഷ്ടാവ് സൃഷ്ടിക്കാതെ ഇവയൊന്നും യാദൃശ്ചികമായി ഉണ്ടാകില്ല എന്ന് നമുക്ക് തീർത്തും ബോധ്യപ്പെടും. എന്നാൽ ആ സ്രഷ്ടാവിനെ ദൈവമായി അംഗീകരിച്ച ശേഷവും ആ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഒരു ഗ്രന്ഥത്തിലുള്ളതെന്നും ആ വചനങ്ങൾ നമ്മോട് ഉണർത്തിയ വ്യക്തി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്നും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും സ്വീകരിക്കപ്പെടുവാനും അതിശക്തമായ തെളിവുകൾ അനിവാര്യമാണ്. എന്തെന്നാൽ ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ മുൻപിൽ വന്ന് അവകാശപ്പെടാം, ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്നും എൻ്റെ നാവിലൂടെ ഉതിർന്നു വീഴുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളാണെന്നും. എന്നാൽ അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ നിഷേധിക്കുവാൻ സാധിക്കാത്ത അതിശക്തമായ തെളിവുകൾ അനിവാര്യമാണ്. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും. എന്നാൽ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗവും സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായ ഒരു ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരു കൂട്ടരും വിശുദ്ധ ഖുർആന്റെ വിസ്മയിപ്പിക്കുന്ന ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്ന് അംഗീകരിച്ചവരാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്. അവർ ജനിച്ചതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളായിട്ട് അവർ അംഗീകരിച്ചില്ല. അതുപോലെ തന്നെ സത്യവിശ്വാസം പിന്നീട് സ്വീകരിച്ചവരിലും ഒരു കൂട്ടരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഒരു വചനത്തിൻ്റെ വിസ്മയിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്ന് അംഗീകരിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. ഒട്ടനവധി വചനങ്ങൾ നിഷേധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത് തെളിയിച്ചാൽ മാത്രമേ ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളായിട്ട് അവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് മൂന്നാമത്തെ വിഭാഗം. ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിക്കുകയും ഒരു ഘട്ടത്തിൽ നിരീശ്വരവാദത്തിലേക്ക് വഴുതിപ്പോവുകയും ചെയ്ത എനിക്ക്
തുറന്ന മനസ്സോടുകൂടി പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും ജീവജാലങ്ങളെയും നിരീക്ഷിച്ചപ്പോൾ ഒരു സ്രഷ്ടാവ് സൃഷ്ടിക്കാതെ ഇവ യാദൃശ്ചികമായി ഉണ്ടാകില്ല എന്നെനിക്ക് തീർത്തും ബോധ്യപ്പെട്ടു. എന്നാൽ ആ സ്രഷ്ടാവിനെ ദൈവമായി അംഗീകരിച്ച ശേഷവും ആ സ്രഷ്ടാവിൻ്റെ വചനങ്ങളാണ് ഖുർആൻ എന്ന് അംഗീകരിക്കുവാനും ആ വചനങ്ങൾ നമ്മോട് ഉണർത്തിയ വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ദൂതനാണെന്ന് അംഗീകരിക്കുവാനും എനിക്ക് ശക്തമായ തെളിവുകൾ ആവശ്യമായിരുന്നു. എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയതും മറ്റുള്ളവർ മനസ്സിലാക്കിയത് ഞാൻ വായിച്ച് അംഗീകരിച്ചതുമായ ഒട്ടനവധി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വചനങ്ങളാണ് ഖുർആൻ എന്ന് ഞാൻ അംഗീകരിച്ചത്. ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ അതിൽ ചിലത് മാത്രം ഹ്രസ്വമായി സമയത്തിനുള്ളിൽ നിങ്ങളോട് ഉണർത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 17, 18, 19 നൂറ്റാണ്ടുകളിൽ ഭ്രൂണശാസ്ത്രജ്ഞർ ശക്തമായ സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടെ മാത്രം കണ്ടെത്തിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ബീജത്തെയും അണ്ഡത്തെയും ബീജവും അണ്ഡവും കൂടിച്ചേർന്ന സിക്താണ്ഡത്തെയും സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന അടിസ്ഥാന കോശങ്ങളെയും ഈ അടിസ്ഥാന കോശങ്ങൾ വ്യത്യസ്ത അവയവങ്ങളായി രൂപാന്തരം പ്രാപിക്കുവാൻ അവയിൽ അടങ്ങിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെയും ശക്തമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ കെൽപ്പുള്ള അത്യാധുനിക സബ്മറീൻസ് ഉപയോഗിച്ച് മാത്രം കണ്ടെത്തിയ മഹാസാഗരങ്ങളുടെ അഗാധ ഗർത്തങ്ങളിലെ ഭയാനകമായ അന്ധകാരങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നെബുലകളുടെയും ഭ്രമണങ്ങൾ മുതൽ എന്തിനേറെ പരമാണുക്കളെയും അതിനേക്കാൾ കുറഞ്ഞ വസ്തുതകളെയും സംബന്ധിച്ച് ഖുർആൻ ഉണർത്തിയ വചനങ്ങൾ ഒട്ടേറെ ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമാണ് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും മഹാന്മാരായ ശാസ്ത്രജ്ഞർക്ക് പോലും പറയുവാൻ കഴിയാതിരുന്ന വസ്തുതകൾ. എങ്ങനെയാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പാറമലകളാൽ ചുറ്റപ്പെട്ട മൺകൂരകൾ കൊണ്ട് നിറഞ്ഞ ഇന്നത്തെ കാഴ്ചപ്പാടിൽ പ്രാകൃതമെന്ന് കണക്കാക്കപ്പെടുന്ന മക്ക പട്ടണത്തിൽ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്ത എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് എന്ന വ്യക്തിക്ക് പറയുവാൻ കഴിഞ്ഞതെന്ന്? എത്ര വിദൂരമായ പ്രദേശങ്ങളിലേക്കും എത്ര നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കും പോകുവാനുള്ള അതിശക്തമായ കഴിവ് മനുഷ്യ മനസ്സുകൾക്കുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ ഈ നൂറ്റാണ്ടിനെ മറക്കുക, ഈ സദസ്സിനെ മറക്കുക, പ്രഭാഷണം നടത്തുന്ന വ്യക്തിയെ മറന്നുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്ത കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കുക. ആ കുഞ്ഞ് പിറന്നു വീഴുന്നതിനും മാസങ്ങൾക്ക് മുൻപ് പിതാവായ അബ്ദുള്ള മരിച്ചിരുന്നു. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ സ്വാഭാവികമായിട്ടും ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കും. ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തണമെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വിധവയെ വിവാഹം കഴിക്കുവാൻ സാധാരണ ആളുകൾ മടിക്കും. അതുകൊണ്ടായിരിക്കാം മുഹമ്മദ് എന്ന പേരിട്ട കുഞ്ഞിനെ പോറ്റുവാൻ ഒരു വളർത്തമ്മയെ അന്വേഷിച്ചത്. പിതാവ് നഷ്ടപ്പെട്ട കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുവാൻ പലരും മുന്നോട്ട് വന്നില്ല. അവസാനം മറ്റു കുഞ്ഞുങ്ങളെ ലഭിക്കാതിരുന്ന ബനൂ സഅദ് ഗോത്രക്കാരി ഹലീമ മുഹമ്മദ് എന്ന കുഞ്ഞിനെ പോറ്റുവാൻ ഏറ്റെടുത്തുകൊണ്ട് മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്നു. ഒട്ടകങ്ങളെ കൊണ്ട് ഭാരം ചുമപ്പിച്ചും ആടുകളെ മേയ്ച്ചും അവയുടെ എല്ലാം പാലും മാംസവും മുഖ്യാഹാരമാക്കിയും മരുഭൂമിയിലെ മരുപ്പച്ചയിൽ നിന്നും മരുപ്പച്ചയിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരുന്ന കാട്ടറബികൾ എന്നറിയപ്പെടുന്ന ബധുക്കൾക്കിടയിലായിരുന്നു 5 വയസ്സ് വരെ മുഹമ്മദ് എന്ന കുട്ടി ജീവിച്ചത്. ഇനി നിങ്ങൾ പറയുക, ഈ സാഹചര്യങ്ങളിൽ വളർന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് എഴുത്തും വായനയും പഠിക്കുവാൻ കഴിയുമോ? 5 വയസ്സിന് ശേഷം മാതാവായ ആമിനയുടെ അടുത്ത് തിരിച്ചെത്തിയെങ്കിലും മാസങ്ങൾക്കുള്ളിൽ ഉമ്മയും മരിക്കുന്നു. മാതാപിതാക്കൾ മരിച്ച
ഒരു അനാഥ ശിശുവിൻ്റെ ഇക്കാലഘട്ടത്തിലെ ജീവിതം എന്തായിരിക്കും? ഇന്നത്തെ പോലെ അനാഥാലയങ്ങളും സ്കൂളുകളും ഒന്നുമില്ല. മുതിർന്ന ആളുകൾക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോരാടേണ്ട കാലഘട്ടമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും കച്ചവട സംഘങ്ങളെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാലവേല. 25-ാം വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ധനികയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. വിവാഹത്തിന് ശേഷമോ ഭാര്യയുടെ കച്ചവട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്നത്തെ പോലെ ബിസിനസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ യാത്രയല്ല കച്ചവട സംഘങ്ങളുമായിട്ടുള്ള യാത്ര. മരുഭൂമിയിലെ പകലിലെ കൊടും ചൂടും രാത്രിയിലെ കടുത്ത ശൈത്യവും വിഷപ്പാമ്പുകളും കൊള്ളക്കാരെയും അതിജീവിച്ചുകൊണ്ട് മാസങ്ങളോളമുള്ള യാത്ര. ഇനി ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന ഈ സദസ്സിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറയുവാൻ സാധിക്കുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാസ്ത്രത്തെയും സാഹിത്യത്തെയും ചരിത്രത്തെയും നിയമത്തെയും കുറിച്ച് പഠിക്കുവാൻ എന്തെങ്കിലും ഒരു അവസരം ലഭിച്ചുവെന്ന്? ഇതേ വ്യക്തിയാണ് 40-ാം വയസ്സിൽ ഹീറാ ഗുഹയിൽ നിന്നും പുറത്തു വന്ന ശേഷം അന്നത്തെ അറബി സാഹിത്യകാരന്മാരെ അമ്പരപ്പിക്കുകയും അന്താളിപ്പിക്കുകയും ചെയ്ത അറബി സാഹിത്യത്തിൽ സംസാരിക്കുവാൻ ആരംഭിച്ചു. ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്ത വ്യക്തി, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഭ്രൂണത്തിന്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും സാഗരങ്ങളുടെ ആഴങ്ങളിൽ അന്ധകാരങ്ങളെ സംബന്ധിച്ചും ജീവജാലങ്ങളെ സംബന്ധിച്ചും ഉണർത്തുന്നു. ഇതെല്ലാം ആധുനിക ശാസ്ത്ര വസ്തുതകളുമായി യോജിക്കുന്നു. ചരിത്രം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി തന്നേക്കാൾ താൻ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞ പട്ടണങ്ങളെ സംബന്ധിച്ച് ഉണർത്തുകയും അവയെ സംബന്ധിച്ച സൂചനകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം സാറ്റലൈറ്റിലൂടെ ലഭിക്കുന്നു. നിയമം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി ഒരിക്കലും കാലഹരണപ്പെടാത്ത നിയമങ്ങളെ സംബന്ധിച്ച് ഉണർത്തുകയും 1948 യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച യൂണിവേഴ്സൽ ഡെക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ സാർവദേശീയ പ്രഖ്യാപനത്തിൽ ഇതെല്ലാം അവകാശങ്ങളായി അംഗീകരിക്കുകയും ചെയ്യുന്നു. താൻ ഈ ഭൂമിയിൽ പിറക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെങ്കടലിൽ മുങ്ങിമരിച്ച ക്രൂരനായ ഏകാധിപതിയായ ഫിർഔന്റെ ശരീരം വരും തലമുറകൾക്കൊരു ദൃഷ്ടാന്തമായി പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് സംരക്ഷിച്ചിരിക്കുന്നു എന്ന് ആ വ്യക്തി പറയുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് കിങ്സ് വാലിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞ വ്യക്തി പറയുന്നു, ഇതൊന്നും എൻ്റെ വചനങ്ങളല്ല, ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വചനങ്ങളാണെന്ന്. ഇനി നിങ്ങൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്ത സാഹചര്യങ്ങളെ വിലയിരുത്തിയ നിങ്ങൾക്കാർക്കെങ്കിലും പറയുവാൻ കഴിയുമോ ശാസ്ത്രത്തെയും സാഹിത്യത്തെയും നിയമത്തെയും ചരിത്രത്തെയും ഭാഷയും സംബന്ധിച്ച് പ്രവാചകന് പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന്? ഇനി ആരെങ്കിലും പ്രവാചകന് ഈ വചനങ്ങൾ പറഞ്ഞു കൊടുത്തതാണോ നാം വിലയിരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായ ശേഷം അനുയായികളുടെയും എതിരാളികളുടെയും നാട്ടുകാരുടെയും നിരീക്ഷണ വലയത്തിലായിരുന്നു. പ്രവാചകൻ നടക്കുന്നതെങ്ങനെ, പറയുന്നതെങ്ങനെ, പ്രവർത്തിക്കുന്നതെന്താണ്, ശ്വസിക്കുന്നതെങ്ങനെ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന നിരീക്ഷണ വലയത്തിൻ്റെ ഇടക്കാണ് പലപ്പോഴും ഖുർആനിക വചനങ്ങൾ 23 വർഷങ്ങൾക്കിടയിൽ ഭിന്നങ്ങളായ സാഹചര്യങ്ങളിൽ അവതീർണമാകുന്നത്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 23 വർഷങ്ങൾക്കിടയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ കഴിയുമോ രഹസ്യമായിട്ട്? അതും സാധ്യമല്ല. ഇനി വിജ്ഞാനത്തിൻ്റെ ഖജനാവായ ഖുർആന്റെ ക്രെഡിറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിക്കൊണ്ട് മറ്റാരെങ്കിലും എന്തിനു മറഞ്ഞിരിക്കണം? അപ്പോൾ ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മറ്റാരുടെയും വചനമല്ല എന്നതാണ്. ഇനി വേദഗ്രന്ഥങ്ങളിൽ നിന്നും പകർത്തി എഴുതിയതാണോ? പകർത്തി എഴുതപ്പെട്ട വേദഗ്രന്ഥങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. മനുഷ്യരചനയുടെ ശൈലിയാണ്. ഒരു ദിവസം ദൈവം ഒന്നുണ്ടാക്കി, മറ്റൊരു ദിവസം മറ്റൊന്നുണ്ടാക്കി, ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു എന്ന ശൈലി. ഖുർആന്റെ ശൈലി ഭിന്നമാണ്, വ്യത്യസ്ത ശൈലിയാണ്. ഇനി ആ വേദഗ്രന്ഥങ്ങളിലെ തെറ്റുകൾ ഖുർആൻ തിരുത്തുന്നു, ആ വേദഗ്രന്ഥങ്ങളിലെ ശാസ്ത്ര അബദ്ധങ്ങൾ ഖുർആൻ തിരുത്തുന്നു. അതോടൊപ്പം തന്നെ
വിശ്വാസപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഖുർആൻ ശരിവെക്കുന്നു. ഇതെല്ലാം സംശയങ്ങൾക്ക് ഇട നൽകാതെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ നിന്നുള്ള വചനങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒന്നാമതായി ഇത് അംഗീകരിച്ചത്, സാഹചര്യങ്ങളും ചരിത്രവും വിലയിരുത്തിയിട്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജ പ്രവാചകനായിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓടി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കൊണ്ട് പറയും, ഹേ ജനങ്ങളെ, നിങ്ങളൊന്നറിഞ്ഞോ, ഇന്ന് ഞാൻ ഹീറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഒരു മലക്ക് ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന് പറഞ്ഞു, മുഹമ്മദേ, നീ ഉന്നതനാണ്, നീ മഹാനാണ്, നീ സൽസ്വഭാവിയാണ്, അതുകൊണ്ട് നിന്നെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു, ജനങ്ങൾ നിങ്ങളെ അനുസരിക്കണം. ഇതായിരുന്നോ പ്രവാചകൻ ചെയ്തത്? മറിച്ച് അപ്രതീക്ഷിതമായി ഹീറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമയെ കണ്ട് ഭയന്ന് വിറച്ച് വിറങ്ങലിച്ച് പനി പിടിച്ച് സ്വവസതിയിലേക്ക് ഓടിച്ചെന്ന് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒന്ന് പുതപ്പിച്ചു തരൂ. ദ ഫസ്റ്റ് മുസ്ലിം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിമർശനത്തോടുകൂടി ഒരു ജീവചരിത്രം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലെസ്ലി ഹെയ്സൽട്ടൺ എന്ന് പറയുന്ന യഹൂദ വിമർശകയും ചരിത്രകാരിയും എഴുത്തുകാരിയുമാണ് അത് എഴുതിയത്. അവർ പറയുന്നു, ഹീറാ ഗുഹയിൽ വെച്ച് അത്ഭുതകരമായ വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. തീർച്ച ആ നിഷ്കളങ്കമായ സത്യസന്ധമായ പ്രതികരണമായിരുന്നു മുഹമ്മദിൽ നിന്നുണ്ടായത്. ഒരിക്കലും ഒരു വ്യാജവാദിയിൽ നിന്നുള്ള പ്രതികരണമല്ല. ഇനി ആദ്യമായി അവതീർണമായ വചനങ്ങൾ എന്താണ്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലക്കിൽ നിന്നും മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റഅ വ റബ്ബുക്കൽ അക്രം. ഉദാരനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് എഴുതുവാൻ പഠിപ്പിച്ച. അല്ലമൽ ഇൻസാന മാലം യഅലം. അറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ച. ഈ വചനങ്ങളിൽ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കുന്ന, പരാമർശിക്കുന്ന, പേരെടുത്ത് പറയുന്ന പ്രവാചകനാണെന്ന് ഉണർത്തുന്ന വചനങ്ങളുള്ളത്? ഒരു വ്യാജവാദിയായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തേണ്ടിയിരുന്നു. അതല്ല സംഭവിച്ചത്. ഇനി അതിലെ വചനങ്ങൾ എടുക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. ഈ അഞ്ച് വചനങ്ങൾ മാത്രം മതി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ. 4ഉം 5ഉം വചനങ്ങൾ എടുക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. പേന കൊണ്ട് എഴുതുവാൻ പഠിപ്പിച്ച, നിനക്കറിയാത്തത് പഠിപ്പിച്ച. ചില മുസ്ലിം നാമധാരികൾ പരിഹാസത്തോടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പേന കൊണ്ട് എഴുതുവാൻ പഠിപ്പിച്ചത് ഇത്ര വലിയ കാര്യമാണോ എന്ന്. കാര്യം തന്നെയാണ്. കലം എന്ന അറബി പദം ഒരിക്കലും ഇന്ന് നാം മനസ്സിലാക്കുന്ന രീതിയിൽ മഷി നിറച്ചെഴുതുന്ന പേനയല്ല. അന്ന് അത്തരത്തിലുള്ള പേനയില്ല. അത്തരത്തിലുള്ള പേനയിൽ മഷി നിറച്ചെഴുതുന്ന പേനയും അതിൽ ഉൾപ്പെടും, പക്ഷെ പരിമിതമല്ല. കാരണം അന്ന് അത്തരത്തിലുള്ള പേനയില്ല. ഇലകളുടെ നീരുകൊണ്ട് നിറമുള്ള ദ്രാവകങ്ങളുണ്ടാക്കി മൂർച്ചയുള്ള കമ്പോ അല്ലെങ്കിൽ മൂർച്ചയുള്ള പാറക്കഷ്ണമോ എടുത്ത് മുക്കി മൃഗങ്ങളുടെ തുകലിലും മരങ്ങളിലും ഇലകളിലും മൺഭിത്തികളിലും പാറമതിലുകളിലും എഴുതുന്ന പതിവായിരുന്നു. ഇങ്ങനെ അറിവ് രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുവാനുള്ള ഉപാധി, അതാണ് കലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മഷി കൊണ്ട് നിറച്ചെഴുതുന്ന പേനയും കീബോർഡ് ഉപയോഗിച്ചും ഇല്ലാതെയും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും മറ്റും നാം ചെയ്യുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും ഭാവിയിൽ മനുഷ്യർ കണ്ടെത്തുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. ഇങ്ങനെ അറിവ് രേഖപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും മറ്റു തലമുറക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു കഴിവ് മനുഷ്യനല്ലാതെ മറ്റേത് ജീവിക്കുണ്ട്? ഈ അടുത്ത കാലത്ത് ഞാൻ 2 ഡോക്യുമെൻ്ററികൾ കണ്ടു ജിയോഗ്രഫി ചാനലിൽ. ഒരു പ്രസവിച്ചുടനെ ഒരു പിഞ്ച് മാൻകുഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് പുല്ലുകൾക്കിടയിൽ നിന്നും ചുറ്റുപാടും നോക്കി. ദൂരെ ഒരു ചെന്നായ. പ്രസവിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ആ മാൻകുഞ്ഞിന് മനസ്സിലാവുകയാണ് തൻ്റെ ജീവൻ അപകടത്തിലാണ്, താൻ മരണപ്പെടും. അതുകൊണ്ട് ഉടനെ തന്നെ ആ മാൻകുഞ്ഞ് പുല്ലുകൾക്കിടയിൽ ഒളിക്കുന്നു. എങ്ങനെയാണ് ഈ മാൻകുഞ്ഞിന് ഇതിന് മനസ്സിലായത്?
അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കരയുന്നില്ല എങ്കിൽ ഡോക്ടർമാർ പുറത്തിട്ട് മുതുകത്തിട്ട് തട്ടും കരയുന്നത് വരെ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ അപകടമാണ്. പ്രസവിച്ചുടനെ അനങ്ങാതെ കിടന്നൊരു ആനക്കുഞ്ഞിനെ തള്ള ആന കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് വരെ നീക്കുകയാണ്, തട്ടി നീക്കുന്നു. എങ്ങനെയാണ് തള്ള ആനയ്ക്ക് ഇത് മനസ്സിലായത്? ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. കാരണം ഇതെല്ലാം പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അതിനപ്പുറം ജീവജാലങ്ങൾക്ക് പോകുവാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരു ജീവിക്ക് ഒരു അറിവ് സമ്പാദിച്ചാൽ പോലും അത് രേഖപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എട്ടുകാലി എങ്ങനെയാണോ വല നെയ്തത് അതുപോലെ ഇന്നും വല നെയ്യുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് എങ്ങനെയാണോ തേനീച്ച കൂടുണ്ടാക്കിയത് അതുപോലെ ഇന്നും തേനീച്ച കൂടുണ്ടാക്കുന്നത്. എന്നാൽ ഗുഹാവാസത്തിൽ നിന്നും മനുഷ്യൻ ബഹുനില മണിമന്ദിരങ്ങളിലേക്കും കാൽനടയിൽ മാത്രം സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ സ്പേസ് ഷിപ്പുകളുടെയും സൂപ്പർസോണിക് ജെറ്റുകളുടെയും യുഗത്തിലേക്ക് കുതിക്കാൻ കഴിഞ്ഞത് പേന കൊണ്ട് എഴുതുവാൻ ഉള്ള കഴിവ് അള്ളാഹു നൽകിയത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ അറിവ് രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം അയാൾ തന്നെ അത് മറന്നുപോകും. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ അയാൾ മരണപ്പെട്ടാൽ അയാൾ തൻ്റെ ജീവിതത്തിൽ നേടിയ അറിവ് ആ ശവക്കല്ലറയിൽ തന്നെ എന്നേക്കുമായി അവസാനിക്കും. മറിച്ച് ഈ അറിവൊരു പാറയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ അറിവിൽ നിന്നും അയാൾ അല്പം കൂടി പുരോഗമിക്കും. ആ അറിവ് രേഖപ്പെടുത്തിയത് കൊണ്ട് സംരക്ഷിക്കപ്പെടുകയും അടുത്ത തലമുറക്ക് അത് ലഭിക്കും. അപ്പോൾ അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് അയാൾക്കറിയില്ല. മുൻ തലമുറയിൽ നിന്നും രേഖപ്പെടുത്തിയതിൽ നിന്നും പേന കൊണ്ട് എഴുതുവാൻ പഠിപ്പിച്ച ആ അനുഗ്രഹവും കഴിവും ഒന്നുകൊണ്ട് അടുത്ത തലമുറക്ക് അറിയാത്തതറിഞ്ഞു. ഖുർആനിക വചനം നോക്കുക. നിങ്ങളെ പേന കൊണ്ട് എഴുതുവാൻ പഠിപ്പിച്ചത്, അറിയാത്തത് പഠിപ്പിച്ചത്. മനുഷ്യ പുരോഗതി ഇങ്ങനെ രേഖപ്പെടുത്തി അത് അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ തലമുറകളിലൂടെ മനുഷ്യൻ നേടിയ അറിവ് ആണ് എല്ലാ മനുഷ്യ പുരോഗതിയുടെയും അടിത്തറ. അതിൻ്റെ അടിത്തറ എന്ത് എന്ന് ചോദിച്ചാൽ അറിവ് രേഖപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനുമുള്ള പേന കൊണ്ട് എഴുതുവാനുള്ള കഴിവ്. ഒരു വ്യാജ പ്രവാചകന്റെ വിദൂരമായ സങ്കല്പങ്ങളിൽ പോലും ഇതുപോലൊരു വചനം ഉതിർന്നു വരുമോ? ഇതൊരു വചനത്തിൻ്റെ അമാനുഷികതയാണ് എങ്കിൽ അടുത്തതായി ഞാൻ ഇൻഷാ അല്ലാഹ് ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത് എലക്. 96-ാം അധ്യായത്തിൻ്റെ പേരാണ് എലക്. എലക് എന്നൊരു വാക്കിൻ്റെ അമാനുഷികതയാണ്. ഖലഖൽ ഇൻസാന മിൻ എലക്. മനുഷ്യനെ അലക്കിൽ നിന്നും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് ഒട്ടേറെ പരാമർശങ്ങൾ ലോകപ്രസിദ്ധരായ ഒട്ടേറെ ഭ്രൂണശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവരെ വിസ്മയിപ്പിച്ചൊരു വാക്കാണ് എലക്. ലോകപ്രസിദ്ധ ഭ്രൂണശാസ്ത്രജ്ഞനും ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന ലോകപ്രസിദ്ധ ഭ്രൂണശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവും ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും കാനഡയിലെ ടൊറന്റോ സർവകലാശാലയിലെ ഭ്രൂണശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവനായിരുന്ന കീത്ത് എൽമൂർ ഈ വചനങ്ങളെല്ലാം വായിച്ചിട്ട് പറഞ്ഞു, എനിക്കുറപ്പാണ് ഇത് മുഹമ്മദ് ദൈവത്തിൽ നിന്നും പ്രചോദനം ലഭിച്ചെഴുതിയതാണ്. പത്രക്കാർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ വ്യത്യസ്ത ഗർഭാവസ്ഥയിലിരിക്കുന്ന ഗർഭിണികളുടെ വയറുകൾ തുറന്ന് അങ്ങനെ മുഹമ്മദ് മനസ്സിലാക്കി എഴുതിയതല്ലേ ഇത് എന്ന്. കീത്ത് എൽമൂർ മറുപടി പറഞ്ഞു, ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടത്തിൽ സൂക്ഷ്മദർശിനിയില്ല. അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൂക്ഷ്മദർശിനിയിലൂടെ ശാസ്ത്രജ്ഞർ ഇത് മനസ്സിലാക്കിയത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിത് പറയുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു. ഇത് മനസ്സിലാകണമെങ്കിൽ ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടത്തിൽ അറിവ് എന്ത് എന്നറിഞ്ഞിരിക്കണം. അന്നുണ്ടായിരുന്ന അറിവാണ്, അതായത് ഖുർആൻ അവതീർണമാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപും അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷവും 19-ാം നൂറ്റാണ്ട് വരെ ശാസ്ത്രലോകം പരക്കെ അംഗീകരിച്ചിരുന്ന സിദ്ധാന്തമാണ് പ്രീ ഫോർമേഷൻ സിദ്ധാന്തം. ഒരു മനുഷ്യ ശിശുവിൻ്റെ ചെറിയൊരു രൂപം, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത രൂപം, ശിരസും ശരീരവും കൈകാലുകളുമുള്ളൊരു രൂപം ഒരു പുരുഷൻ സ്രവിക്കുന്ന സീമനിൽ ദ്രാവകത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾ സ്രവിക്കുന്ന വസ്തുവിൽ അടങ്ങിയിട്ടുണ്ട് എന്നതൊരു കാഴ്ചപ്പാട്. അതല്ല, സ്ത്രീകളുടെ ആർത്തവ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നത് മറ്റൊരു കാഴ്ചപ്പാട്. സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഈ ചെറിയ രൂപം, അങ്ങനെ തന്നെയുള്ള രൂപം, ശിരസ്സും കൈകാലുകളും എല്ലാമുള്ള രൂപം വളർന്ന്
പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യ ശിശുവായി തീരുന്നു. ഇതാണ് പ്രീ ഫോർമേഷൻ സിദ്ധാന്തം. ഈസാ നബി അലൈഹി ഇസ്ലാമയ്ക്ക് ശേഷം 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗാലൻ എന്ന ഭ്രൂണശാസ്ത്രജ്ഞനാണ് ഓൺ ദ ഫോർമേഷൻ ഓഫ് ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിൻ്റെ രൂപീകരണം എന്ന ആദ്യ ഭ്രൂണശാസ്ത്ര ഗ്രന്ഥം രചിക്കുന്നത്. അദ്ദേഹം ഈ സിദ്ധാന്തത്തെയാണ് പിന്തുണച്ചത്. ഈ സിദ്ധാന്തമാണ് പിന്നീടും നൂറ്റാണ്ടുകളോളം നിലനിന്നത്. 1677 ഹാം, ലീവൻ ഹോക്ക് എന്നീ 2 ശാസ്ത്രജ്ഞർ സൂക്ഷ്മദർശിനിയിലൂടെ പുരുഷ ബീജം കണ്ടെത്തി. 1820 വോൺ ബെയർ എന്ന ആധുനിക ഭ്രൂണശാസ്ത്രത്തിൻ്റെ പിതാവ് സ്ത്രീയുടെ അണ്ഡം കണ്ടെത്തി. ഇതേ കാലഘട്ടത്തിൽ തന്നെ പ്രീവോസ് ഡ്യൂമ എന്നീ 2 ശാസ്ത്രജ്ഞർ 1820 കാലഘട്ടത്തിൽ പറഞ്ഞു, മുൻകൂട്ടി രൂപപ്പെടുന്നു എന്ന സിദ്ധാന്തം തെറ്റാണ്. കോശവിഭജനത്തിലൂടെയാണ് ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യ ശിശുവായി തീരുന്നത്. അതുപോലെ തന്നെ ഷോൺ സ്ലൈഡൻ എന്നീ 2 ശാസ്ത്രജ്ഞർ പറഞ്ഞു, മനുഷ്യ ശിശുവിൻ്റെ ആരംഭം തന്നെ കോശവിഭജനത്തിലാണ് എന്ന്. എന്നാൽ ശാസ്ത്രലോകം ഇത് അംഗീകരിക്കുന്നത് 1900 ഡ്രൈഷ് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ബീജവും അണ്ഡവും കൂടിച്ചേർന്ന സിക്താണ്ഡം വിഭജിച്ച് അടിസ്ഥാന കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ കോശ വിഭജനത്തിലൂടെ ഘട്ടം ഘട്ടമായിട്ടാണ് മനുഷ്യ ശിശുവായി തീരുന്നത്. അതല്ലാതെ ഒരു ചെറിയൊരു രൂപം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തൊരു രൂപം വളർന്ന് മനുഷ്യ ശിശുവായി തീരുന്നതല്ല എന്ന് 71-ാം അധ്യായത്തിലെ 14-ാം വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖദ് ഖലഖകും അത്വാറാ, നിങ്ങളെ ഘട്ടം ഘട്ടമായി നാം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്. പുരുഷൻ ഒരിക്കൽ സ്രവിക്കുന്ന സീമനിൽ ദ്രാവകത്തിൽ വെറും 0.5% അല്ലെങ്കിൽ 1% മാത്രമാണ് ബീജങ്ങളുള്ളത്. ഈ 0.5% അല്ലെങ്കിൽ 1% 2 കോടി മുതൽ 3 കോടി വരെയാണ് ബീജങ്ങളുള്ളത്. ഇതിനേക്കാൾ അത്ഭുതകരമായ വസ്തുത, ഈ കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു ബീജം, അതും അതിൻ്റെ ശിരസ് മാത്രമേ അണ്ഡത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുള്ളൂ എന്നതാണ്. അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അണ്ഡം അതിൻ്റെ പുറന്തോട് ശക്തിപ്പെടുത്തുന്നു, മറ്റു ബീജങ്ങൾ കയറാതിരിക്കാൻ. അതുപോലെ ഒരു സ്ത്രീയുടെ ആർത്തവ കാലഘട്ടത്തിൽ ചക്രത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് അണ്ഡങ്ങളിൽ ഒരു അണ്ഡം മാത്രമാണ് ബീജവുമായിട്ട് കൂടുന്നത്. ചുരുക്കത്തിൽ പുരുഷൻ സ്രവിക്കുന്ന സീമനിൽ ദ്രാവകം മുഴുവനുമല്ല, അതിൽ 0.5% അല്ലെങ്കിൽ 1% വരുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു ബീജം, അതും അതിൻ്റെ ശിരസ് മാത്രമേ അണ്ഡത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുള്ളൂ. ശിരസും ശരീരവും വാലുമുള്ളൊരു ബീജത്തിൻ്റെ ആകെ നീളം 60 മൈക്രോണാണ്. അതിൻ്റെ ശിരസിൻ്റെ നീളം 6 മൈക്രോൺ. 60 മൈക്രോൺ ആയിക്കൊള്ളട്ടെ, 6 മൈക്രോൺ ആയിക്കൊള്ളട്ടെ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുക സാധ്യമല്ല. കാരണം 1 മൈക്രോൺ എന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ 1000 മുറിച്ചാൽ കിട്ടുന്നൊരു ഭാഗമാണ്. 1 മില്ലിമീറ്റർ എത്രയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. വീട്ടിൽ പോയി സ്കെയിൽ എടുത്താൽ അറിയാം, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിൽ 10 മില്ലിമീറ്റർ ഉണ്ട്. അതിൽ 1 മില്ലിമീറ്റർ 1000 മുറിച്ചാൽ അതിൽ കിട്ടുന്നൊരു അംശം. ഈ ഒരു വസ്തുത 1400 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ 75-ാം അധ്യായത്തിലെ 37-ാം വചനത്തിൽ പറയുന്നു, അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന, നീ സ്രവിക്കപ്പെടുന്ന ദ്രാവകത്തിലെ ഒരു കണമല്ലേ എന്ന്. മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഓരോ കോശത്തിലും 23 ഇണകളായ ക്രോമസോമുകളുണ്ട്. മൊത്തം 46 ക്രോമസോമുകൾ. ബീജവും അണ്ഡവും കോശങ്ങളാണെങ്കിലും അത്ഭുതകരമായ ഒരു മയോട്ടിക് ഡിവിഷൻ എന്ന് പറയും, കുറവ് സംഭവിക്കുന്നു. ബീജത്തിൽ 23 ക്രോമസോമുകൾ, അണ്ഡത്തിൽ 23 ക്രോമസോമുകൾ. ഇവ കൂടിച്ചേർന്ന സിക്താണ്ഡത്തിൽ 46 ക്രോമസോമുകൾ. പിതാവിൻ്റെ സംഭാവന പകുതി, മാതാവിൻ്റെ സംഭാവന പകുതി. അപ്പോൾ കൂടിക്കലർന്നൊരു ദ്രാവകമാണ്. 76-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ, കൂടിക്കലർന്നൊരു ദ്രാവകത്തിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചുവെന്ന്. ഇനി അലക് എന്ന പദത്തിൻ്റെ അമാനുഷികതയെ സംബന്ധിച്ച് ഉണർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായത്തിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ, മനുഷ്യനെ നാം കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ, എന്നിട്ട് ആ നുത്ഫ, ഞാൻ പറഞ്ഞല്ലോ നുത്ഫ എന്താണെന്ന്,
ഭദ്രമായൊരു സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. സുമ്മ ഹലക്കന നുത്തുഫത്ത എലക്ക, ആ നുത്തുഫയെ നാം എലക്കാക്കി. ഈ എലക്ക് എന്ന പദം എന്ത് നിങ്ങൾ അറിയണം. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇത് മുഹമ്മദിന്റെ വചനങ്ങളാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരിക. എന്നിട്ട് മയപ്പെടുത്തി. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വേണ്ട, ഇതുപോലെ ഒരു സൂറത്ത് അധ്യായം കൊണ്ടുവരിക. അതും മയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇതുപോലൊരു ആയത്ത് വചനമെങ്കിലും കൊണ്ടുവരിക. എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട് വളരെ നിസ്സാരമായിട്ട് കൊണ്ടുവന്ന് കൂടെ എന്ന്. പലരും ശ്രമിച്ചിട്ടുണ്ട്. സാധിക്കാത്തത് ഖുർആനിൽ ഓരോ വചനങ്ങൾക്ക് പോലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഈ അലക്ക് എന്ന പദത്തിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് പറഞ്ഞത് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നും സൃഷ്ടിച്ച് പിന്നീടൊരു നുത്തുഫയാക്കി, അതായത് ബീജവും അണ്ടവും കൂടി ചേർന്ന സിക്താണ്ഡമാക്കി. 3-ാം ദിവസം ആകുമ്പോഴേക്കും ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡം വിഭജിച്ച് 12 മുതൽ 16 വരെയുള്ള കോശങ്ങളായിട്ടൊരു പന്തിൻ്റെ രൂപത്തിൽ ബ്ലാസ്റ്റുല എന്ന് പറയും. ആകെ അതിൻ്റെ വ്യാസാർത്ഥം വെറും 0.1 മില്ലിമീറ്ററാണ്. ഇത് 5-ാം ദിവസം ആകുമ്പോഴേക്കും അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ അള്ളിപ്പിടിക്കുന്നു. ഈ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ രൂപത്തെയാണ് ഖുർആൻ അലക്ക് എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചത്. ഇതിന് 3 അർത്ഥങ്ങളാണുള്ളത്. അട്ട, അള്ളിപ്പിടിക്കുന്ന വസ്തു, രക്തക്കട്ട. കീത്ത് എൽ മൂർ പറയുന്നത് 3ഉം കൃത്യമായിട്ട് അത്ഭുതകരമായിട്ട് വിസ്മയിപ്പിക്കുന്ന രീതിയിൽ യോജിക്കുന്നു എന്നതാണ്. കാരണം ഈ സമയത്ത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അട്ടയുടെ ബാഹ്യമായ രൂപം ഒരട്ടയെ പോലെയാണ്. അള്ളിപ്പിടിച്ചിരിക്കുന്ന ഭ്രൂണത്തിൻ്റെ ബാഹ്യമായ രൂപം അട്ടയെ പോലെയാണ്. ഒരു അട്ട എങ്ങനെയാണോ മറ്റൊരു ജീവിയുടെ വസ്തുവിൽ ശരീരത്തിൽ അള്ളിപ്പിടിക്കുന്നത്, അതുപോലെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഇത് അള്ളിപ്പിടിക്കുന്നു. എങ്ങനെയാണ് ഒരു അട്ട മറ്റു ജീവികളുടെ രക്തം വലിച്ചു കുടിക്കുന്നത്, അതുപോലെ ഈ ഭ്രൂണം മാതാവിൻ്റെ രക്തം വലിച്ചു കുടിച്ച് ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് രക്തം ഇതിൻ്റെ ഉള്ളിലുണ്ടാകും. ബാഹ്യമായി നോക്കിയാൽ ഒരു രക്തക്കട്ട എന്ന് തോന്നും. ഇതെല്ലാം സൂക്ഷ്മദർശിനിയിലൂടെയാണ് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. അടുത്ത ഘട്ടത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, മുളുക. ഈ അലക്കിനെ നാം ഒരു മുളുകയാക്കി. എന്താ മുളുക? ചവച്ചരച്ചൊരു മാംസപിണ്ഡം. അമേരിക്കയിലെ തോമസ് ജെഫേഴ്സൺ സർവകലാശാലയിലെ ഭ്രൂണശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ആൽഫ്രഡ് ജോൺസൺ പറയുന്നത് ഈ 3 അർത്ഥങ്ങളും ഇതുമായിട്ട് യോജിക്കുന്നുവെന്ന്, ഈ മുളുക എന്ന അർത്ഥം തീർത്തും യോജിക്കുന്നു എന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഭ്രൂണശാസ്ത്രത്തിൻ്റെ ടെർമിനോളജി പ്രകാരം സോമൈറ്റ് പീരിയഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അതായത് ഭ്രൂണത്തിൻ്റെ മുകളിൽ കയറി ഇറങ്ങിയിരിക്കുന്ന ഒരു രൂപമുണ്ട്. ഇത് മാത്രമേ സോമൈറ്റ് എന്ന പദം കൊണ്ട് ഭ്രൂണശാസ്ത്രം ഉൾക്കൊള്ളുന്നു എങ്കിൽ 5 pairs of pharyngeal arches ഉണ്ട്. അതും ഈ ചവച്ചരച്ച മാംസപിണ്ഡം എന്ന നിർവചനത്തിൽ വരുന്നു. കാരണം ഈ സമയത്ത് ചില കോശങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയിരിക്കും, ചില കോശങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി എന്ന് പറയാൻ കഴിയില്ല, വളർച്ച എത്തിയില്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു ചുയിങ്കം എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ചവച്ചരച്ചിട്ട് പറഞ്ഞു, ചില ഭാഗങ്ങൾ കയറിയിരിക്കുന്നു, ചില ഭാഗങ്ങൾ കുടിഞ്ഞിരിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള വിവരണമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അടുത്ത ഘട്ടത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, എന്നിട്ട് അതിന് നാം അസ്ഥികൂടം നൽകി. എന്നിട്ട് ഈ അസ്ഥികൂടങ്ങളെ നാം മാംസം കൊണ്ട് മൂടി. എന്നിട്ട് അടുത്ത വാക്കാണ്, വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്, സുമ്മ അൻഷനാഹു ഹൽക്കൻ ആഹർ. എന്നിട്ട് അതിനെ നാം മറ്റൊരു ജീവിയാക്കി തീർത്തു. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഖുർആൻ പറഞ്ഞത്? നാം മറ്റൊരു ജീവിയാക്കി തീർത്തു എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഫോർമേഷൻ സിദ്ധാന്ത പ്രകാരം എന്താണ്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തൊരു രൂപം അത് വളർന്ന് അതേ രീതിയിൽ തന്നെ വലുപ്പം എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഖുർആൻ പറയുന്നത് നാം മറ്റൊരു ജീവിയാക്കി തീർത്തു. ഒരു മുയലിൻ്റെ ഭ്രൂണം കണ്ടാലും മനുഷ്യ ശിശുവിൻ്റെ ഭ്രൂണം കണ്ടാലും ഒരുപോലെ ഇരിക്കും, വലിയ വ്യത്യാസമില്ല. എന്നാൽ വളർന്നു വരുമ്പോൾ മറ്റൊരു ജീവിയായിത്തീരുന്നു. അൽഹംദുലില്ലാഹ്. ഇനിയും ഒട്ടേറെ ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച ഖുർആനിക വചനങ്ങളുണ്ട്. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ പരാമർശിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല എന്ന് മാത്രം. സാധാരണ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, സംസാരിക്കുമ്പോഴാണോ എഴുതുമ്പോഴാണോ തെറ്റുകൾ സംഭവിക്കുക? ഒന്ന് ചിന്തിക്കുക. സംസാരിക്കുമ്പോഴാണോ എഴുതുമ്പോഴാണോ തെറ്റുകൾ സംഭവിക്കുക?
നാം എഴുതുമ്പോൾ സൂക്ഷിച്ചെഴുതും. വ്യാകരണ തെറ്റുകളുണ്ട് എങ്കിൽ അത് തിരുത്തും, ഇല്ലേ? സംസാരിക്കുമ്പോൾ പ്രഭാഷണങ്ങളിൽ പോലും തെറ്റുകൾ സംഭവിക്കാം. വിശുദ്ധ ഖുർആനിൽ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അൽ ബഖറ 2-ാം അധ്യായത്തിലെ 143-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കി. ഈ വചനം എവിടെയാണ് വന്നത്? അൽ ബഖറയിലെ 143-ാം വചനത്തിൽ, ഇല്ലേ? അൽ ബഖറയിൽ എത്ര വചനങ്ങളാണുള്ളത്? 286 വചനങ്ങൾ. കൃത്യം മധ്യത്തിൽ വസത്വൻ, മധ്യമ എന്ന വാക്ക് വരുന്നു. അൽ ബഖറ അധ്യായം തന്നെ അവതീർണമാകുന്നത് 10 വർഷങ്ങൾ കൊണ്ടാണ്. അതിനിടയ്ക്ക് മറ്റു വചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മറ്റു അധ്യായങ്ങളിലെ വചനങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും ഒരു ബുക്കായിട്ട്, ഒരു ഗ്രന്ഥരൂപത്തിൽ അത് ക്രോഡീകരിച്ചിട്ടില്ല. ഇതിനുശേഷം ഇത് ക്രോഡീകരിച്ചപ്പോൾ കൃത്യമധ്യത്തിൽ വസത്വൻ, മിഡിൽ എന്ന പദം എങ്ങനെ വന്നു? ഇനി വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായത്തിലെ 4-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു പുരുഷനും അള്ളാഹു 2 ഹൃദയങ്ങൾ നൽകിയിട്ടില്ല അവൻ്റെ ഉള്ളിൽ. ഫി എന്ന പദം എന്താണ്? ഇൻസാൻ എന്ന് ഉപയോഗിക്കാതിരുന്നത്, മനുഷ്യനെന്ന് ഉപയോഗിക്കാതെ റിജാൽ എന്ന് ഉപയോഗിച്ചത്? കാരണം ഒരു മാതാവ് ഗർഭം ധരിക്കുന്ന അവസ്ഥയിൽ ആ മാതാവിനൊരു ഹൃദയമുണ്ടാകും, മാതാവിൻ്റെ വയറ്റിൽ കുഞ്ഞിനൊരു ഹൃദയമുണ്ടാകും. എങ്ങനെയാണ് ഈ സൂക്ഷ്മത വരുന്നത്? മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലികളെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ ഖൗമി, എൻ്റെ ജനത എന്ന് പറയുന്നു. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം അഭിസംബോധന ചെയ്യുമ്പോൾ യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ എന്ന് പറയുന്നു. എന്താണ് പ്രത്യേകത? മൂസാ നബി അലൈഹിസ്സലാമക്ക് പിതാവും മാതാവുമുണ്ട്. 2 പേരും ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ടവരാണ്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ്, അതിൻ്റെ ഭാഗമാണ്. ഈസാ നബി അലൈഹിസ്സലാമക്ക് പിതാവില്ല. സാധാരണ പിതാവ് വഴിയാണ് വംശാവലിയെല്ലാം അക്കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നൊരു വ്യക്തി പറയുന്നത് പോലെ ഇസ്രായേൽ സന്തതികളുടെ യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ എന്ന അഭിസംബോധന. ഇനി വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായത്തിലെ 16-ാം അധ്യായത്തിലെ 68-ാം വചനത്തിൽ പറയുന്നുണ്ട്, വഅൗഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ തഹ്ദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യർശൂൻ. അല്ലാഹു തേനീച്ചക്ക് ബോധനം നൽകി, നീ ഉണ്ടാക്കുക കൂട് മലകളിലും മരങ്ങളിലും മനുഷ്യരുണ്ടാക്കുന്ന പാർപ്പിടങ്ങളിലും. ഇവിടെ തേനീച്ച ഇവിടെ കൂടിന് 5 അറകളാണ് ഉള്ളത്. തേൻ ശേഖരിക്കുവാനുള്ള സ്റ്റോറേജ് സെല്ല്, കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ബ്രൂട്ട് സെല്ല്, ആൺ തേനീച്ചകൾക്കുള്ള ഡ്രോൺ സെല്ല്, പെണ്ണ് തേനീച്ചകൾക്കുള്ള വർക്കേഴ്സ് സെല്ല്, രാജ്ഞിക്കുള്ള ക്വീൻ സെല്ല്. ഈ ആൺ തേനീച്ചകളുടെ ഏക പണി രാജ്ഞിയുമായി ബന്ധപ്പെടുക മാത്രമാണ്. വീടുണ്ടാക്കുന്നതും പണിയെടുക്കുന്നതും തേൻ ശേഖരിക്കുന്നതുമെല്ലാം പെൺതേനീച്ചകളാണ്. ഇത് 1970 ശേഷമാണ് ശാസ്ത്രജ്ഞർ ഗവേഷണത്തിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. ഖുർആൻ അവിടെ കൂടുണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. അത് മൊത്തം തേനീച്ചകളോടാണെങ്കിൽ പോലും ഖുർആനെ വിമർശിക്കാൻ ഇടവരുമായിരുന്നു. എന്നാൽ ഒരു വാക്കുകൊണ്ടല്ല, ഒരു ലെറ്റർ, ഒരു അക്ഷരം കൊണ്ട് ഖുർആൻ അത് കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത്തഹ്ദ് എന്ന് വെച്ചാൽ 2 ആണുങ്ങൾ, ഒരാണെ ഉണ്ടാക്കുക. ഇത്തഹ്ദ എന്ന് വെച്ചാൽ 2 ആണുങ്ങളെ ഉണ്ടാക്കുക. ഇത്തഹ്ദു എന്ന് വെച്ചാൽ കൂടുതൽ ആണുങ്ങളെ ഉണ്ടാക്കുക. ഇത്തഹ്ദി അനിത്തഹ്ദി, അഹ്ദി എന്നൊരൊറ്റ ലെറ്ററിലൂടെ ഖുർആൻ പറയുന്നു കൽപ്പന പെൺതേനീച്ചയോടാണ് എന്ന്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട് മിൻ ബുത്തൂനിഹാ ശറാബ്, അതിൻ്റെ ഉദരത്തിൽ പാനീയമുണ്ട്. അത് ആൺ തേനീച്ചയാണോ പെൺതേനീച്ചയാണോ? ഹ എന്ന ഒരൊറ്റ ലെറ്ററിലൂടെ ഖുർആൻ പറയുന്നു അത് പെൺതേനീച്ചയാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവിടെ ഹു ആണ് ഉപയോഗിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനമാണ് 23-ാം അധ്യായത്തിലെ 78-ാം വചനം.
വഹുവല്ലദീ അൻശഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് അല്ലാഹു കേൾവി നൽകിയിട്ടില്ലേ? സമഅ, അബ്സാറ കാഴ്ചകൾ, പിന്നെ ചിന്തിക്കുവാനുള്ള കഴിവുകളും നൽകിയിട്ടില്ലേ? ഇവിടെ സമഅ കേൾവി എന്ന് പറഞ്ഞപ്പോൾ ഏകവചനമാണ് ഖുർആൻ ഉപയോഗിച്ചത്. കാഴ്ചകൾ എന്ന് പറഞ്ഞപ്പോൾ അബ്സാറ ബഹുവചനമാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് 2 കാതുകളുണ്ട്, 2 കണ്ണുകളുണ്ട്, ഇല്ലേ? അതിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നു, തൊട്ടടുത്തൊരാൾ നിങ്ങളെ തട്ടിയിട്ട് പറയുന്നു, വീടിൻ്റെ ജനാല അല്ലെ കാറിൻ്റെ ജനാല അല്ലെങ്കിൽ കാറ് ലോക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ, കാറ് ലോക്ക് ചെയ്തോ എന്നതേ നിങ്ങൾ കേൾക്കുകയുള്ളൂ. എൻ്റെ പ്രഭാഷണം ശ്രദ്ധാപൂർവം കേൾക്കാൻ കഴിയില്ല. ഒന്ന് മാത്രമേ ശ്രദ്ധാപൂർവം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുകയുള്ളൂ, അതാണ് സമഅ. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാണുവാൻ കഴിയും. ഒരേ സമയത്ത് തന്നെ എന്നെ കാണാം, ഈ സദസ്സിനെ കാണാം, ഈ ഓഡിറ്റോറിയം കാണാം, ലൈറ്റ് കാണാം, മൈക്ക് കാണാം. ഇനി ചിന്തിക്കുവാനുള്ള കഴിവുകളോ? നിങ്ങളുടെ മുൻപിൽ 10 ആളുകൾ നിരന്നു നിന്നു, 10 ആളുകളെയും നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ ഉടനെ മനസ്സിലാകും ഈ 10 ആളുകൾ ആര് എന്ന്. അവിടെയും ബഹുവചനമാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇനി ആദ്യമായിട്ട് ഖുർആൻ ഉപയോഗിച്ചത് എന്താണ്? കേൾവി. ഗർഭസ്ഥ ശിശുവ് മാതാവിൻ്റെ വയറ്റിൽ 4 മാസമാകുമ്പോഴേക്കും ചെവി പ്രവർത്തിച്ചു തുടങ്ങും. മാതാവ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശബ്ദം കേൾക്കാം, തൊട്ടടുത്ത കുഞ്ഞുങ്ങൾ ബഹളം കേൾക്കാം. ആദ്യമായി പ്രവർത്തിക്കുന്നത് കേൾവി. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞ് കണ്ണു തുറക്കുന്നു, അപ്പോൾ കാഴ്ചകൾ കാണുന്നു. എങ്കിലും കാര്യം മനസ്സിലാകില്ല. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് ഉമ്മയാണെന്നും അത് വാപ്പയാണെന്നും മനസ്സിലാകും. ഇങ്ങനെയാണ് ഖുർആൻ്റെ പദപ്രയോഗങ്ങൾ. ഇനിയും ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വസ്തുതകളുണ്ട്. സമയപരിമിതി മൂലം അതൊന്നും പറയുക സാധ്യമല്ല. 1-2 കാര്യങ്ങൾ മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് വിശുദ്ധ ഖുർആൻ പഠനത്തിന് വിധേയരാക്കിയ പലരും, അല്ലെങ്കിൽ ആ പഠനത്തിന് വിധേയരാക്കിയവരാണ് ഇതിലുള്ളത്. എന്നെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു ഖുർആനിക വചനം കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചിലപ്പോൾ ചിന്തിക്കുന്നത്, കൊള്ളാം, ഇതൊരു പ്രഭാഷണത്തിന് ഉപയോഗിക്കാം, ഒരു സംവാദത്തിന് ഉപയോഗിക്കാം. നിങ്ങളിൽ പലരും അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ടാകാം. തർക്കിച്ച് വിജയിക്കാൻ ആ വചനം ഉപയോഗിക്കാം, സംവാദങ്ങളിൽ ഉപയോഗിക്കാം, പ്രസംഗത്തിന് ഉപയോഗിക്കാം. എന്നാൽ ഞാനും നിങ്ങളും വിസ്മരിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നാം വായിക്കുമ്പോൾ അതാദ്യമായി സംവദിക്കുന്നത് എന്നോടാണ്, ആദ്യമായി കൽപ്പിക്കുന്നത് എന്നോടാണ്, ആദ്യമായി പരിവർത്തിപ്പിക്കപ്പെടുവാൻ ആവശ്യപ്പെടുന്നത് എന്നോടാണ്. ഇത് വിസ്മരിച്ചുകൊണ്ട് നാം ഖുർആനെ കണ്ടാൽ വിശുദ്ധ ഖുർആനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ തന്നെ വായിക്കുവാൻ സമയമില്ല. നമുക്കെല്ലാം ആത്യന്തികമായ ലക്ഷ്യം പണമാണ്. പണത്തിനപ്പുറം നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊന്നുമില്ല. ഈ 1000 രൂപയുടെ മൂല്യം എത്രയെന്ന് നിങ്ങൾക്കറിയാമോ? ഈ 1000 രൂപയുടെ മൂല്യം, ഈ 1000 രൂപയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? അതാണ് 1000 രൂപയുടെ മൂല്യം. ഈ 1000 രൂപയും കൊണ്ട് നിങ്ങൾ അമേരിക്കയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവർ പറയും അത് എടുക്കില്ല, അത് അമേരിക്കയിൽ ഡോളറാണ്, ജപ്പാനിൽ യെൻ ആണ്, റഷ്യയിൽ റൂബിളാണ്, UK-യിൽ പൗണ്ടാണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോയാണ്. നിങ്ങളൊരു മരുഭൂമിയിൽ ആയിരക്കണക്കിന് കോടി അമേരിക്കൻ ഡോളറുകളുമായിട്ട് നിങ്ങൾ കിടക്കുന്നു. ഒരിറ്റ് ജലമില്ല, നിങ്ങളുടെ തൊണ്ട വരളുകയാണ്. ഈ ഡോളറുകൾ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഈ ഡോളറുകൾ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുമോ? ഉപകരിക്കില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളാണ് ബിൽ ഗേറ്റ്സ്. അദ്ദേഹത്തിന് ബില്യൺ കണക്കിന് ഡോളറുകളുണ്ട്, ബില്യൺ കണക്കിനുള്ള ആസ്തികളുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ 50 ലക്ഷം രൂപ മാസം ശമ്പളമുള്ള ഒരാൾ 2000 വർഷം ഒരു പൈസ പോലും ചെലവഴിക്കാതെ സ്വരൂപിച്ചു വെച്ചാലും ഇന്ന് ബിൽ ഗേറ്റ്സിനുള്ള സമ്പത്തുണ്ടാവുകയില്ല. എന്നാൽ ബിൽ ഗേറ്റ്സ് ഇന്ന് മരിച്ചാൽ ആ നിമിഷം ആ സമ്പത്ത് ബിൽ ഗേറ്റ്സിൽ നിന്നും എടുത്തു മാറ്റപ്പെടും.
ധനം സമ്പാദിക്കാനായിട്ട് ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ടാകും. മരണപ്പെട്ടാൽ ആ നിമിഷത്തിൽ ഈ സമ്പത്ത് മറ്റുള്ളവരുടേതാവുകയും അതിനു വേണ്ടി നാം ചെയ്ത അതിക്രമങ്ങൾ നമ്മുടേതായി തീരും. നിങ്ങളുടെ പോക്കറ്റിൽ ഒരു 100 രൂപയുണ്ട് എന്ന് കരുതുക. ഈ 100 രൂപ കൊണ്ട് നിങ്ങൾ ഭക്ഷണം വാങ്ങുന്നു. ചുണ്ടോട് അടുപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ മരണപ്പെട്ടാൽ ആ 100 രൂപ നിങ്ങളുടേതല്ലാതെയായി തീരും. എന്നാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പാവപ്പെട്ടവൻ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ ആ 100 രൂപ നിങ്ങൾ അയാൾക്ക് നൽകിയാൽ ആ നിമിഷത്തിൽ ആ 100 രൂപ നിങ്ങളുടേത് മാത്രമായി തീരും. പരലോകത്ത് പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭവനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീടിനെ കുറിച്ച് ചിന്തിക്കുക. ചിന്തിച്ചോ? ഇനി നിങ്ങൾ മരിച്ചു കിടക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. തള്ളവിരലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. തുണിയെടുത്ത് താടിയിലൂടെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നു. ഒടുവിൽ നിങ്ങളെ വെളുത്ത തുണിയിൽ പുതപ്പിച്ചിരിക്കുന്നു. ചുറ്റുപാടും നിങ്ങൾക്ക് കരച്ചിൽ കേൾക്കാം. അതിനുശേഷം മസ്ജിദിലേക്ക് നിങ്ങളുടെ ശരീരം കൊണ്ടുപോവുകയാണ്. മയ്യത്ത് നമസ്കാരം നടക്കുന്നു നിങ്ങളുടെ പിന്നിൽ. അതിനുശേഷം ഖബറിലേക്ക് എടുത്തു വെക്കുന്നു. പലകകളിട്ട് മൂടുന്നു, മണ്ണിടുന്നു. ഇന്ന് സംഭവിക്കാം, നാളെ സംഭവിക്കാം. ആലുവയിൽ ധനികനായൊരു വ്യക്തി ഭാര്യ വസ്ത്രം കട്ടിലിൻ്റെ കിടക്കയുടെ പുറത്ത് വെച്ചു. കുളിക്കാൻ ഉള്ളിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞില്ല, ശബ്ദം കേട്ട് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നു. ഒരു പഴത്തൊലിയിൽ ചവിട്ടിയാൽ അവസാനിക്കുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ. അതുകൊണ്ട് സ്വയം മാറുവാൻ തയ്യാറായിട്ടില്ലേ എന്ന് സ്വയം ചോദിക്കുക. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തിരുത്തുക. മാതാപിതാക്കളോട് മോശമായി പെരുമാറിയിട്ടുള്ളവർ ഈ സദസ്സിലുണ്ട് എങ്കിൽ, അവർ ദൂരെയാണെങ്കിൽ ഉടനെ തന്നെ മൊബൈലിൽ വിളിച്ച് അവരോട് മാപ്പ് ചോദിക്കുക. ചിലപ്പോൾ അവർക്കോ നിങ്ങൾക്കോ അവസരം ലഭിക്കണമെന്നില്ല. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരെ, വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടാകാം, ആദർശങ്ങളുണ്ടാകാം, തർക്ക സമയങ്ങളിൽ മോശമായ ഭാഷകൾ നാം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുക. ഇതുപോലൊരു ഖുർആനിക സദസ്സിനെ അഭിസംബോധന ചെയ്യേണ്ടത് എൻ്റെ ബാധ്യതയായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയെങ്കിൽ, ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തുക, പ്രചരിപ്പിക്കുക. അതല്ലാതെ പ്രഭാഷകനൊരു പ്രാധാന്യവുമില്ല. പ്രഭാഷകൻ പറഞ്ഞ വചനങ്ങൾക്കാണ് പ്രാധാന്യം. അതിനാൽ പ്രഭാഷകൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ അർത്ഥങ്ങൾ നൽകുവാനും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുവാനും ഒന്നും ശ്രമിക്കരുത് എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും നല്ല വിശ്വാസികളായി തീരുവാൻ ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.